വെമ്പായം തേക്കട സ്വദേശി അഭിജിത്തിന്റെ തിരോധാനത്തിലും മരണത്തിലും അടിമുടി ദുരൂഹത. അഭിജിത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം പോലീസ് നടത്തിയില്ലെന്ന് കുടുംബം. മൃതദേഹം സംസ്കരിച്ച പേട്ട പോലീസ് നടത്തിയത് ഗുരുതര വീഴ്ചയാണ്. അഭിജിത്തിന്റേത് കൊലപാതകമെന്നും പിതാവ് ജനം ടിവിയോട് പറഞ്ഞു. മാർച്ച് 5-ന് പേട്ടയിൽ തീവണ്ടി തട്ടി മരിച്ചത് വെമ്പായത്തു നിന്നും കാണാതായ അഭിജിത്താണെന്നാണ് സുഹൃത്തിന്റെ മൊഴി. മാർച്ച് 3-നാണ് വെമ്പായം തേക്കട സ്വദേശി അഭിജിത്ത് വീട് വിട്ടിറങ്ങുന്നത്. അഭിജിത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞ രക്ഷകർത്താക്കൾ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. മാർച്ച് 3-നാണ് മിസ്സിംഗ് കേസ് നടക്കുന്നത്. മാർച്ച് 16 നമ്മൾ പരാതി കൊടുത്തായിരുന്നു. നമ്മൾ പ്രത്യേകം പറഞ്ഞാണ് കൊടുത്തത്. മാർച്ച് 3-നാണ് ആൾ മിസ്സായത്. അതായത് മാർച്ച് 16 നമ്മൾ പരാതി കൊടുക്കേണ്ട അന്ന് ഒരു ബേക്കപ്പ് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ ബോഡിയെങ്കിലും കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ വട്ടപ്പാറ സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടേ ഇല്ല. സംഭവ ദിവസം വെട്ടുകാടുള്ള സുഹൃത്തിനൊപ്പമാണ് അഭിജിത്ത് വീട്ടിൽ നിന്നും പോയത്. സ്ഥിരമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രകൃതമായതിനാൽ ആദ്യം സംശയിച്ചില്ല. പിന്നീട് 14-ാം തീയതി പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും മകന്റേത് കൊലപാതകമെന്നും പിതാവ് ജനം ടിവിയോട് പറഞ്ഞു. ഒരു മാസം വരെ അവർ വച്ചിട്ട് ഒരിടത്തും അറിയിച്ചിട്ടില്ല. അവർ മറവ് ചെയ്തു എൻ്റെ മോൻ്റെ ബോഡി. മാർച്ച് 5-ാണ് ട്രെയിൻ തട്ടുന്നതാണ്. ട്രെയിൻ തട്ടിയതല്ല, കൊലപാതകമാണ്. അതറിഞ്ഞേ പറ്റുള്ളൂ. ട്രെയിൻ തട്ടിയാൽ തെന്നിപ്പോവും. ഇത് ട്രെയിൻ തട്ടിയതല്ല, ഈ സൈഡ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അഭിജിത്ത് വീട്ടിൽ നിന്നും പോകുന്നതിന് മുന്നേ ശരീരത്തിലുണ്ടായ പാടുകൾ കുടുംബത്തെ കാണിച്ചിരുന്നതായും പിന്നിൽ കൊലപാതകം സംശയിക്കുന്നതായും അമ്മയും മുത്തശ്ശിയും പറയുന്നു. പൈസ തലേ ദിവസം ഈ മോൻ ചോദിച്ചിട്ട് 10 പൈസ പോലും മോന് ജോലി ചെയ്ത് കൊടുത്തില്ല. മോൻ്റെ ശരീരത്തൊക്കെ അടിച്ച പാടുണ്ടായിരുന്നു. എന്നെ കാണിച്ചില്ല, എൻ്റെ മോളെ കാണിച്ച്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അമ്പലത്തിൽ പരിപാടിക്ക് പോയി. ഉത്സവമായിരുന്നു നമ്മളെ കുടുംബക്ഷേത്രത്തിൽ. ഞാൻ പോയപ്പോൾ മോ ഇവിടെ ഉറങ്ങി കിടക്കണം. ഇപ്പം വിളിച്ചുകൊണ്ട് പോയ പയ്യൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. പോകണേൻ്റെ എന്നെ കാണിച്ചിരുന്ന അടി കിട്ടിയ പാടാണെന്ന് എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചപ്പം ആരൊന്നും പറഞ്ഞില്ല. അടി കിട്ടിയെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ഒന്നും പറഞ്ഞില്ല. ജോലി നിൽക്കുന്ന കട ആരുടെയാണ്? അവരുമായിട്ട് അവര് ഈ സംഭവം നടന്നതിന് ശേഷം നിങ്ങളോട്ട് ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ല. വിളിച്ചോണ്ട് പോയി അവനെ വിളിച്ചിട്ട് അവൻ്റെ കൂടെ ഇല്ലെന്നാണ് അവൻ പറഞ്ഞത്. എനിക്ക് അവൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞത്. കാണാതായ ദിവസങ്ങളിലാണ് 5-ാം തീയതി പേട്ടയിൽ തീവണ്ടി തട്ടി നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ബന്ധുക്കളാരും എത്താത്തതിനെ തുടർന്ന് ഏപ്രിൽ 5-ന് പേട്ട പോലീസ് മൃതദേഹം സംസ്കരിച്ചു. പോലീസ് നടപടിയിൽ സംശയമുണ്ടെന്നും കുടുംബത്തിന് നീതി വേണമെന്നും BJPയും വ്യക്തമാക്കി. കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. കാരണം ഒരു 17-കാരൻ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ട് വരുമില്ല. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അഭിജിത്തിന്റെ തിരോധാനത്തിലും മരണത്തിലുമുള്ള ദുരൂഹത നീക്കാൻ കുടുംബം നീതി തേടി മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകും. ജനം, തിരുവനന്തപുരം.